എന്തായാലും കോൺഗ്രസിലെ ഒരു കസേര കളിക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും തേടിയേക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതോടെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചുമതലപ്പെടുത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഒപ്പം ചേരുകയാണ്. ജിഷ്ണു, 3-ൽ ഒരാളെ കണ്ടെത്താനാകാതെ വലയുകയാണ് ഹൈക്കമാൻഡ്. 23 വരെ സമയമുണ്ടല്ലോ എന്നാണ് ദീപാദാസ് മുൻഷി ഇന്നലെ പറഞ്ഞത്. ആ ഒരു വാക്കുകൾ സമവായമായില്ല, പ്രഖ്യാപനം ഉടനൊന്നും ഉണ്ടാകില്ല എന്നൊരു സൂചനയല്ലേ നൽകുന്നത്? ഇനിയിപ്പോൾ എന്താണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്? ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒറ്റ പേരിലേക്ക് എത്താൻ ഇനിയും സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും കേരളത്തിലെ നേതാക്കളുമായി 3 മണിക്കൂറിലധികം നീണ്ട ചർച്ച മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും കേന്ദ്ര നിരീക്ഷകരും ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ ചർച്ചയിലും ഒരു സമവായമാകാതെ ആ ചർച്ചയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നേതാക്കൾ ഒരുമിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ശ്രീജയ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുവരെ അതിന് 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ, നിയമസഭയ്ക്ക് അത്രയും കാലാവധി ഉണ്ടല്ലോ എന്ന ചോദ്യമായിരുന്നു ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഹൈക്കമാൻഡിന് നിലവിൽ ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്നത് എം.എൽ.എമാരുടെ പിന്തുണ പരിഗണിച്ച് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ചർച്ച ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ സാധിക്കാഞ്ഞത്. കാരണം വി.ഡി. സതീശന്റെ പേര് ഒറ്റഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ച് കോൺഗ്രസിന് ആ പ്രഖ്യാപനം നടത്താൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 നേതാക്കളും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുകയാണ്. 3 പേർക്കും അവരവരുടേതായ അവകാശവാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ സാധിക്കാത്തതോടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ചർച്ച പൂർത്തിയാക്കി മടങ്ങുകയും മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നതിന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കാനുള്ളത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനമാണ്. അതിന് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരോട് കൂടി അഭിപ്രായങ്ങൾ പരിശോധിച്ച ശേഷം എന്നിവരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഒരു ജിഷ്ണു, എം.എൽ.എമാരെ പ്രത്യേകം കണ്ടു. ഇനി ഘടകകക്ഷികളെ കണ്ട നിലപാട് ആരായുമോ? അത്തരത്തിൽ കേരളത്തിലെത്തി ഘടകകക്ഷികളുടെ പിന്തുണ അല്ലെങ്കിൽ ആർക്കാണ് എന്നുള്ളത് അറിയുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കേന്ദ്ര നിരീക്ഷകരോ അല്ലെങ്കിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി വഴിയോ പ്രമുഖ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം വീണ്ടും തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് വളരെ ശക്തമായി വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്ന വാദം ഉന്നയിക്കുകയും അതിനുവേണ്ടി പരസ്യമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തിയ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ എം.എസ്.എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീണ്ടും ആരായും. അത് ഏത് രീതിയിലായിരിക്കും നടപടി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ കാര്യം കൂടി പരിഗണിച്ച് പിന്നീട് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതൃത്വമായിരിക്കും ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും ജിഷ്ണു നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇന്നും പ്രഖ്യാപനം വൈകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്.